ഉറ്റവർ സ്നേഹിതർ പക്ഷം തിരിഞ്ഞു നിന്നു ചുറ്റും കിടക്കെന്നെണ്ണി തള്ളിടുമ്പോൾ പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. പറ്റിച്ചേർന്നവൻ നിൽക്കുമേ, ഒടുവിലൻ പക്ഷത്തു ചേർന്നിടുമേ. കൊടുവിട്ടൊടുവിട്ട നാട്ടിൽ വീടിന്റെ മുൻപിലെത്തും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 13-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയുമരുത്. ദൈവഭക്തനായ ഒരു മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു പ്രതിസന്ധിയെക്കുറിച്ചാണ് ദാവീദ് ഈ വാക്യത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നത്. തൻ്റെ ചുറ്റും നിൽക്കുന്ന ശത്രുക്കൾ തങ്ങൾ നശിച്ചില്ലാതെ പോയി എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് എന്നെ ആക്കരുതേ. എൻ്റെ പരാജയം കാണുമ്പോൾ തന്നെ എൻ്റെ ശത്രുക്കളുടെ ഉള്ളിൽ സന്തോഷം ആരംഭിക്കും. അതുകൊണ്ട് ആ അനുഭവത്തിലേക്ക് എന്നെ ആക്കി തീർക്കരുതേ എന്നാണ് ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. തൻ്റെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കളാണ് തൻ്റെ ചുറ്റും. അവരുടെ മുൻപിൽ ദൈവനാമം ദുഷിച്ചു പോകരുത് എന്നുള്ള ഒരു ചിന്തയും ഈ ഭാഗത്ത് കാണാം. തൻ്റെ മക്കളെ ശത്രു തോൽപ്പിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. കാരണം അത് ദൈവനാമത്തിന് അപമാനമാണ്. പ്രിയ സ്നേഹിതരെ, നാം തോറ്റുപോയി എന്ന് നാം ചിന്തിക്കുന്ന ജീവിത അനുഭവങ്ങളിൽ നിന്നും ദൈവം നമ്മെ വിടുവിക്കും. കാരണം ദൈവഭക്തനായി നാം പരാജയപ്പെട്ടാൽ അവിടെ ദുഷിക്കുന്നത് ദൈവനാമമാണ്. അവൻ ദൈവഭക്തിയോടെ ജീവിച്ചിട്ടും ദൈവം അവന് സഹായകനായി തീർന്നില്ല എന്ന് ലോകം പറയുവാൻ ദൈവം ഒരിക്കലും സമ്മതിക്കില്ല. ആ ഉറപ്പോടെ പ്രതിസന്ധികളിൽ ധൈര്യത്തോടെ നമുക്ക് മുന്നേറാം. പ്രാർത്ഥിക്കാം. കർത്താവേ, മറ്റുള്ളവർ എന്നെ പരിഹസിച്ച് നിന്റെ നാമം ദുഷിക്കുവാൻ ഇടയാക്കരുതേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.